സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രേക്ഷകർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു നടിയാണ് നസ്രിയ. പ്രേക്ഷകർക്ക് സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പരക്കുന്നത്. അഞ്ജലി മേനോന്റെ പുതിയ ചിത്രത്തിൽ നസ്രിയ നായികയായി എത്തുന്നു എന്നാണ് പുതിയ വാർത്തകൾ. ഫഹദ് ഫാസിലുമായുള്ള വിവാഹത്തിന് ശേഷം നസ്രിയ സിനിമയിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അഭിനയം നിർത്തുകയൊന്നുമല്ല, തീർച്ചയായിട്ടും മടങ്ങി വരും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് നസ്രിയ പോയത്. അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങിയതാണ് എന്ന് വരും എന്നുള്ളത്. നല്ലൊരു തിരക്കഥ കിട്ടിക്കഴിഞ്ഞാൽ നസ്രിയ തിരിച്ചു വരുമെന്നും ഞാനും നസ്രിയും ഒന്നിച്ച് അഭിനയിക്കുമെന്നും പല ഇന്റർവ്യൂവിലും ഫഹദ് പറഞ്ഞിരുന്നു. അതിന് സമയമായി നസ്രിയ തിരിച്ചെത്തുന്നു. പക്ഷേ നായകൻ ഫഹദ് അല്ല, പൃഥ്വിരാജ് ആണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത്. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ എന്നിവരോടൊപ്പം ജോഡി ചേർന്ന് അഭിനയിച്ച നസ്രിയ ഇതുവരെ പൃഥ്വിക്കൊപ്പം ഒരു സിനിമ ചെയ്തിരുന്നില്ല. ആ കുറവ് ഇതിലൂടെ മാറും. അതേസമയം ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. പൃഥ്വിരാജിനൊപ്പമുള്ള അഞ്ജലിയുടെ ചിത്രം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. നായികയെ സംബന്ധിച്ച കാര്യത്തിന് അഞ്ജലിയുടെ പ്രതികരണത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. നേരത്തെ അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ നസ്രിയ അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ നസ്രിയയുടെ ജോഡിയായി എത്തിയത്. ഈ ചിത്രത്തിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലായതും ആ പ്രണയം വിവാഹത്തിലെത്തിയതും. മഞ്ചാടിക്കുരു എന്ന ചിത്രത്തിന് വേണ്ടിയാണ് പൃഥ്വിരാജും അഞ്ജലി മേനോനും ആദ്യമായിട്ട് ഒന്നിച്ചത്. അഞ്ജലി മേനോന്റെ ആദ്യ ഫീച്ചർ ഫിലിം കൂടിയായിരുന്നു മഞ്ചാടിക്കുരു. ചിത്രത്തിൽ വിക്കി എന്ന വേഷത്തിൽ അതിഥി താരമായിട്ടാണ് പൃഥ്വി എത്തിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്, മലയാളം സിനിമാ പ്രേമികളുടെ മനം കവർന്ന നായികയാണ് നസ്രിയ. നസ്രിയ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിനിടെ നടി ഗർഭിണിയാണ് എന്ന ഗോസിപ്പും ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ അഞ്ജലി മേനോൻ ചിത്രം നസ്രിയ ഫാൻസിന് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നസ്രിയ സിനിമയിൽ അത്ര സജീവമല്ലായിരുന്നുവെങ്കിലും ഈ കാലയളവിൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഇട്ടും അതുപോലെ ചെറിയ ചെറിയ ഡബ്മാഷ് ഒക്കെ ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നസ്രിയയുടെ ഡബ്മാഷ് ഒക്കെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരാൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ മാത്രമല്ല, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലും പറയും ഇത് നസ്രിയാണെന്ന്. കാരണം അത്രയ്ക്ക് സാദൃശ്യമുണ്ട് വർഷ ബൊമ്മലയ്ക്ക് നസ്രിയ നസീമുമായിട്ടുള്ള രൂപസാദൃശ്യം. ഡബ്മാഷിലൂടെയാണ് വർഷ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയായത്. രാജാറാണി എന്ന ചിത്രത്തിലെ നസ്രിയയുടെ സംഭാഷണം ഡബ്മാഷ് ചെയ്ത വർഷ അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്തു. അതിന് വലിയ റീച്ചും ലഭിച്ചു. നസ്രിയയുടെ അപരയായിട്ട് പ്രശസ്തയായ വർഷയ്ക്കിപ്പോ സിനിമയിലും അവസരം ലഭിച്ചു. ആദ്യ ചിത്രം റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ നിരവധി അവസരങ്ങളാണ് വർഷയെ ഇപ്പോൾ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്.